അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തേനീച്ചകളുടെ എത്ര ഇനം തേനീച്ചകളുണ്ടെന്നും അത് നമുക്ക് വളർത്താൻ പറ്റിയ ഏതൊക്കെയാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഈ വീഡിയോയിലെന്ന് പറയുന്നത് നമുക്കതിൻ്റെ അടുത്ത പെട്ടികളെക്കുറിച്ച്, ആ പെട്ടിയുടെ രീതിയും ആ പെട്ടി ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ, ആ പെട്ടി ഉറപ്പിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ, പിന്നെ അത് നമുക്ക് ആ തേനീച്ചയ്ക്ക് അതിനെ പരിപാലിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിനി അടുത്ത ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കാഴ്ചയിലൊരു പെട്ടി അല്ലെങ്കിൽ ഒരു കോളനി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ രൂപത്തിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വിഭജിച്ചാൽ എങ്ങനെയാണ്, ഇത് ഉറപ്പിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപ്പലക. ഈ അടിപ്പലക ആണ് ഇതിൻ്റെ സ്റ്റാൻഡുമായി നമ്മൾ ഘടിപ്പിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഈ അടിപ്പലക 2-3 രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പലരും. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ടീച്ചറുടെ ക്ലാസ് കാണാം. പിന്നെ അതിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ഈ ബ്രൂഡ് ചേമ്പർ എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്, അതിന് അടിപ്പലക മറ്റേതായിട്ടാണുള്ളത്. ഇതിന് അടിയിൽ പലക കാണില്ല, മുകളിലും പലക കാണില്ല. ബാക്കി 4 സൈഡിലും ഇതിന് പലകകളുണ്ടാവും. ഇതിനകത്ത് ഒരു 6 ഇതിനകത്ത് സ്റ്റാൻഡ് പോലെയുള്ള ഈ റാക്കറ്റ് കണക്കുള്ള സാധനം ഉണ്ടാവും. അപ്പോൾ അത് ഉൾപ്പെടുന്നതാണ് ബ്രൂഡ് ചേമ്പർ എന്ന് പറയുന്നത്. അത് ബ്രൂഡ് ചേമ്പറിൽ 6 ട്രേ ആണ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഇതിന് തൊട്ട് മുകളിൽ നമ്മൾ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ സൂപ്പർ ചേമ്പർ എന്ന് പറയും. അതിന് ബ്രൂഡ് ചേമ്പറിൻ്റെ അത്ര അങ്ങോട്ട് ഹൈറ്റ് കാണില്ല, കുറച്ച് ഹൈറ്റ് കുറവാണ്. അതിനും കാണുന്നത് 6 ട്രേ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 6 റാക്കുകൾ ഉള്ള ഒരു ഇത്, മുകളിലും താഴെയും പലകകളില്ലാത്ത 4 സൈഡിലും പലക കൊണ്ട് ബന്ധിപ്പിച്ച ഒരു പെട്ടി കണക്കത്തതാണ് അത്. അതിന് ഏറ്റവും മുകളിൽ വരുന്നതാണ് ഇനി അടുത്ത നമ്മളുടെ മേൽമൂടി. ആ മേൽമൂടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. മേൽമൂടി ഇതേപോലെയാണ് ഇരിക്കുന്നത്. മേൽമൂടിക്കും ഈ പറഞ്ഞ കണക്ക് അധികം പൊക്കം ഇല്ല, എന്നാൽ ഇതിൽ പൊക്കമുള്ള ടൈപ്പുകളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം ഈ ടൈപ്പാണ്. കാണുന്നില്ലേ, ഇത്ര ഹൈറ്റാണ് ആ മേൽമൂടിയുടെ ഒരു അളവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ആണ് നമ്മൾ ഇതിന് മുകളിൽ വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രൂഡ് ചേമ്പറാണ് വെച്ച് ആദ്യം വെക്കുന്നതെങ്കിൽ അതിന് മുകളിൽ നമ്മൾ ഈ മൂടി വയ്ക്കും. അതല്ല നമ്മൾ അതിൻ്റെ മുകളിൽ സൂപ്പറും കൂടെ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് എടുത്ത് വയ്ക്കും. അപ്പം ബ്രൂഡ് ചേമ്പർ വെച്ചിട്ട് സൂപ്പർ വയ്ക്കുന്ന സമയത്ത് ഈ മേൽമൂടി എടുത്ത് സൂപ്പറിൻ്റെ മുകളിൽ വയ്ക്കും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് രീതികളുണ്ട്. അത് എന്ന് പറയുന്നത്, ഇതിൽ എറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചിരട്ട അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്പ് പോലത്തെ ഒരു സാധനം എന്തെങ്കിലും വെച്ച് അതിൽ നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. വെള്ളം നിറച്ച് വയ്ക്കുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ പിന്നെ എറുമ്പങ്ങ് മുകളിലോട്ട് കയറി വരത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗം വരുന്നത് ഈ രൂപത്തിലാണ്. സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗം വരുന്നത് മൊത്തത്തിൽ ഉള്ള ഒരു വീക്ഷണമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇത് പിന്നീട് വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഇരിക്കും. ഇതിന് മുകളിലാണ് നമ്മൾ ആ അടിപ്പലക വയ്ക്കുന്നത്. അടിപ്പലക വെച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ അടുത്ത ബ്രൂഡ് ചേമ്പർ വയ്ക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ സൂപ്പർ ചേമ്പർ വയ്ക്കും. അതിൻ്റെ മുകളിൽ മൂടി വയ്ക്കും. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇത് സ്റ്റാൻഡ് പല രൂപത്തിലുണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കോൺക്രീറ്റിൽ PVC പൈപ്പിൽ കോൺക്രീറ്റ് നിറച്ചിട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മുകളിൽ ഈ സ്റ്റാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത് കോൺക്രീറ്റിൽ ചെയ്തെടുക്കുന്നുണ്ട്, തടിപ്പലകയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ രീതിയും സൗകര്യങ്ങളും പോലെയൊക്കെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യം എന്ന് വെച്ചാൽ അത് കണക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതാണ് ഇതിൻ്റെ രീതി. പിന്നെ
ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്ന ഇതിൻ്റെ റാക്കുകളാണ്. ഈ ഇത് കണക്കുള്ള 6 റാക്കാണ് ഈ ഒരു ബ്രൂട്ട് ചേമ്പറിലായാലും സൂപ്പർ ചേമ്പറിലായാലും വരുന്നത്. പക്ഷേ ബ്രൂട്ട് ചേമ്പറിൽ വരുന്ന അതിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. ഇനി അതേ സമയം സൂപ്പർ ചേമ്പറിലാവുമ്പോൾ അതിന് കുറച്ച് വലിപ്പം കുറവുണ്ടാവും. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ബ്രൂട്ട് ചേമ്പറും സൂപ്പർ ചേമ്പറും തമ്മിൽ ട്രേകൾക്ക് ഉള്ള വ്യത്യാസവും. പിന്നെ ബ്രൂട്ട് ചേമ്പറും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നതുപോലെ ബ്രൂട്ട് ചേമ്പറിനും സൂപ്പർ ചേമ്പറിനും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്രൂട്ട് ചേമ്പറിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, സൂപ്പർ ചേമ്പറിനാകുമ്പോൾ ഹൈറ്റ് കുറവാണ്. ഈ സൂപ്പർ ചേമ്പർ എന്ന് പറയുന്നത് നമുക്ക് തേനിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അനുസരിച്ച് ഒന്നോ അതിലധികമോ സൂപ്പർ ചേമ്പറുകൾ നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. ഇതാണ് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതിന് ഇത്രയും വ്യത്യാസമുണ്ട്. ഒരു സൂപ്പർ ചേമ്പറും ബ്രൂട്ട് ചേമ്പറിൻ്റെയും ട്രാക്കുകൾ തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട് ഹൈറ്റിൻ്റെ. അപ്പോൾ ഇതാണ് അതിലുള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ഇനി ഇതിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇതിന് പുക കൊടുക്കാനായിട്ട് ഒരു ഇത് ഗൺ പോലത്തെ ഉള്ള ഒരു പുക മെഷീൻ ഇത് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ചകിരിയൊക്കെ നിറച്ച് തീ കത്തിച്ച് അതിൽ നിന്നാണ് നമ്മൾ ഈ പുക ഇങ്ങനെ പമ്പ് ചെയ്ത് ഈച്ചകളെ അകറ്റി നിർത്തുന്നത്. അത് വളരെ കട്ടിക്കുള്ള പുക കൊടുക്കൽ വളരെ നൈസായിട്ടാണിത് കൊടുത്ത് നമ്മൾ ഈ ഈച്ചകളെ അകറ്റി നിർത്തുന്നത്. അങ്ങനെ അകറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മൾ അത് കുത്താനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിന് വിവേൽ എന്ന് പറയും. ഇത് നമ്മളുടെ മുഖാവരണമാണ്. കാര്യം ഏറ്റവും നമുക്ക് പ്രധാനം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൊക്കെയാണ്. അപ്പോൾ ഈ കണ്ണിലൊന്നും വന്ന് കൊത്താതിരിക്കാനും പിന്നെ മുഖത്തൊക്കെ കൊത്തി നീര് വരാതിരിക്കാനായിട്ടൊക്കെ നമ്മൾ ഇത് ഈച്ചകളെ പരിപാലിക്കുന്ന ഈ തേനീച്ചപ്പെട്ടി പരിപാലിക്കുന്ന സമയത്ത് നമ്മൾ ഇത് അണിഞ്ഞിട്ട് മുഖത്ത് കൂടി ഇത് ഇട്ട് ആണ് നമ്മളിത് ചെയ്യാനുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുത്ത് കിട്ടാനൊക്കെ ഉള്ള സാഹചര്യം കണ്ണിന് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കത്തിയാണ്. ഈ തേനടകളെ നമ്മൾ തേനീച്ചകൾ ഇത് സീൽ ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഈ സീല് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് നമ്മൾ ആ തേൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ സീല് നീക്കേണ്ടുന്ന കാര്യമുണ്ട്. പിന്നെ ഈ പെട്ടി തന്നെ നമ്മൾ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഈ കത്തി കയറ്റി അതിൻ്റെ ആ ഒട്ടിയിരിക്കുന്നതൊക്കെ ഇളക്കാം. ഇത് പ്രധാനമായിട്ടും ഇത് ചെത്തിയെടുക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനമാണ് ഈ കത്തി. ഇത് വളരെ നൈസാണ്. ഇതിൻ്റെ പല രൂപത്തിലുള്ളതുണ്ട്, ചതുരം മോഡലിലുള്ളതുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ രീതിയിലുള്ളൊരു കത്തിയാണ്. അപ്പോൾ അത് ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്നത് ഈ തേനിനെ നമ്മൾ പണ്ട് കാലത്തൊക്കെയാണ് ഈ തോർത്തിൽ പിഴിഞ്ഞെടുക്കലും അതും ഇതൊക്കെ, അങ്ങനെ അത് പുഴുവിൻ്റെ ഇതും കൂടെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഈ മെഷീനകത്ത് വെച്ച് ഇതിനെ കറക്കി അതിലുള്ള തേനിനെ ഈ പാത്രത്തിലേക്ക് വീഴും. അതാണ് നമ്മൾ പിന്നെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്ന മെഷീൻ. ഇതിപ്പോൾ സ്റ്റീലിൻ്റെയാണ്. ഇനി ഇതിന് നാഗത്തിലുള്ളതും വരുന്നുണ്ട്. സ്റ്റീലിൻ്റെന് അല്പം വില കൂടുതലാണ്. നാഗത്തിൻ്റെതാവുമ്പം കുറച്ച് വില കുറവാണ്. അപ്പം രണ്ട് രീതിയിലുണ്ട്. ഇതിൽ ഒരു നമ്മൾ ചെത്തിയതിന് ശേഷം ഇതിനകത്ത് കാണുന്ന ആ ഒരു നെറ്റിനകത്തോട്ട് അതിൽ നമ്മൾ കുത്തിച്ചാരി വെച്ചിട്ടാണ് ഇത് കറക്കി എടുക്കുന്നത്. ഇനി നമുക്ക് തേനീച്ച എന്ന് പറയുമ്പോൾ ഇത് 3 രൂപത്തിലാണ് നമുക്ക് അതിൽ തേനീച്ചകളുണ്ടാകുന്നത്. ഒന്ന് എന്താണ് ആണീച്ച, പെണ്ണീച്ച, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് റാണി. ഇത് ഇവർ 3 പേരും കൂടി ചേരുന്നതാണ് ഒരു കോളനി. അപ്പോൾ ഒരു കോളനിയിൽ 3 തരം ഈച്ചകളാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇതിൽ റാണിയാണ് ഇതിൽ മുട്ടയിടുന്നതും ഈ വംശവർദ്ധനവ് ഉണ്ടാക്കുന്നതും എല്ലാം റാണിയുടെ ജോലിയാണ്. പിന്നെ പെണ്ണീച്ചകളാണ് പുറത്തു പോയി പൂമ്പൊടിയും തേനും എല്ലാം ശേഖരിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും ഉള്ള ആഹാരം ഇത് ഇട്ട് കൊണ്ടുവയ്ക്കുന്നതും എല്ലാം. ഈ ആണീച്ചകൾ മടിയനീച്ചകളെന്നാണ് അവരെ പൊതുവെ പറയുന്നത് തന്നെ.
അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ എന്താണ് റാണിയുമായിട്ട് ഇണചേരുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് അവർക്ക് കൂടുതലായിട്ട് ഇതിലുള്ളത്. അപ്പോൾ അതിന് അവർ അതുകൊണ്ടാണ് അവരെ മടിയനീച്ചകളെന്ന് തന്നെ പറയുന്നത്. അവരിങ്ങനെ കൂട്ടിനകത്ത് തന്നെ മിക്കപ്പോഴും ഉണ്ടാവും. പെണ്ണീച്ചകളാണ് പുറത്തു പോയി പൂമ്പൊടിയായാലും തേനായാലും ശേഖരിച്ചുകൊണ്ട് വന്ന് ഇവർക്ക് റാണിക്കായാലും ഈ ഇതിലേക്ക് തേന് അറകളിൽ സെല്ലുകളിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് വെക്കുന്നതും ഒക്കെ അവരാണ്. പിന്നെ റാണീച്ച ഇത് കണക്ക് കുറച്ച് വലിപ്പമുള്ളതാണ്. അതിന് ചെറിയൊരു ചുവപ്പ് നിറത്തോട് കൂടിയതാണ് റാണീച്ച. പിന്നെ റാണീച്ചയ്ക്ക് ഉള്ള കഴിവെന്ന് പറയുന്നത് മുട്ട എത്രത്തോളം മുട്ടകൾ ഇട്ട് ഇഷ്ടംപോലെ ഇത് മുട്ടകളിട്ട് പുതിയ പുതിയ ഈച്ചകളെ വളർത്തിയെടുക്കാനുള്ള ഒരു കഴിവ്, മുട്ടയിടാനുള്ളൊരു കഴിവ് റാണീച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനെ വളർത്തിയെടുക്കുന്നതൊക്കെ ബാക്കി ഈച്ചകളുടെ പെണ്ണീച്ചകളുടെയൊക്കെ ജോലിയാണ്. ഇതാണ് നമ്മളുടെ ഒരു സാധാരണ ഒരു ഈച്ച. ഈ ഈച്ച ഇത് കണക്ക് ആണ് കാഴ്ചയിൽ നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഇതിലാണ് ആണീച്ചയും പെണ്ണീച്ചയും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു കൂടിൻ്റെ ഒരു രീതിയും അതിൽ ഉള്ള ഈച്ചകളുടെ ഒരു രീതിയും. പിന്നെ ഇവർക്ക് ഇവരുടേതായ കുറേ ജോലികളുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിവരിക്കാം. ബാക്കി കാര്യങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിനെ പരിപാലിക്കുന്നതെന്നും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിപാലിക്കാം. ഇനി ടീച്ചറുടെ ക്ലാസ്. ഇവിടെ ഇങ്ങനെ ഉരുട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ പലകയുടെ കനം 3/4 ഇഞ്ചാണ് കനം. അപ്പൊ ഈ പലകയില് ആണി ഒരിക്കലും വെച്ച് ഇതിനകത്ത് വെച്ച് തറയ്ക്കാൻ പാടില്ല. ഇതൊരു പലക ഒരു സ്റ്റാൻഡിന്റെ പുറത്താണ് നമ്മൾ വെക്കുന്നത്. സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതിപ്പം 30 ഇഞ്ച് അല്ലെങ്കിൽ 28 ഇഞ്ച് പൊക്കമുള്ള 8 ഇഞ്ച് സ്ക്വയർ ഉള്ള ഒരു സ്റ്റാൻഡാണ്. ഇത് പലക വെച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചോളാം. ഇതിന്റെ പുറത്താണ് നമ്മൾ തേനീച്ച കൂടി വെക്കുന്നത്. അതുകൊണ്ടോ ഈ സ്റ്റാൻഡിനകത്ത് ഇത് ഇങ്ങനെ അകത്തേ നിൽക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഇത് നീളം കൂടി നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വീണിട്ട് ഈ പലകെ പിടിച്ച് ഈർപ്പം നിന്നിട്ട് ഇതിനകത്ത് ഫംഗസ് ബാധ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ സ്റ്റാൻഡ് അകത്ത് നിൽക്കണം. അപ്പോൾ 8 ഇഞ്ച് സ്ക്വയറേ ആവും. അപ്പം ഇങ്ങനെയുള്ള സ്റ്റാൻഡിലാണ് നമുക്ക് തേനീച്ചയെ വെക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു അടിപ്പലക ഉണ്ടായിരിക്കും. ആ പലക ഒരിക്കലും ആണി വെച്ച് അടിക്കാൻ പാടില്ല. ഈ ചേമ്പറിന് പറയുന്ന പേരാണ് ബ്രൂഡ് ചേമ്പർ, പുഴുവറ. ഇതിനൊരു വാതിലൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു 6 ഫ്രെയിം ഉണ്ടായിരിക്കുന്നതാണ്. ചതുരത്തിലുള്ള 6 ചതുരങ്ങൾ ഉണ്ടാകും. ഇതേപോലെയുള്ള ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വല്ല പൊടിയോ ഇത് പൂപ്പൊടി. അപ്പോൾ ഇതായിരുന്നു ഗോവൻ സാറിൻ്റെ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സാറ് പിന്നും പറയുന്നത്. അപ്പോൾ അത് കൊണ്ട് നിങ്ങൾക്ക് ആവർത്തന വിരസത വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇത് മനസ്സിലാക്കുക. കൃഷിയിലേക്ക് തേനീച്ച കൃഷിയിലേക്ക് വന്നാൽ നിങ്ങൾക്കും അത് വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.